വേഗവാർത്ത. വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിന് പ്രതിപക്ഷ നേതാവിന് ക്ഷണം. തുറമുഖ മന്ത്രിയുടെ കത്തെത്തിയത് കന്റോൺമെന്റ് ഹൌസിൽ. ചടങ്ങിൽ എത്തുമല്ലോ എന്ന് ക്ഷണം. പരിപാടിയിലെ PD സതീഷിന്റെ റോള് എന്തെന്ന് കത്തിൽ വ്യക്തമല്ല. ക്ഷണക്കത്ത് എത്തിയത് വിവാദങ്ങൾക്ക് പിന്നാലെ. വിഴിഞ്ഞത്ത് പ്രോട്ടോകോൾ പ്രകാരം എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടെന്ന് മുൻ മന്ത്രി ആന്റണി രാജു. സർക്കാർ പരിപാടികളിൽ പ്രതിപക്ഷ നേതാവിനെ വിളിക്കണമെന്ന് നിർബന്ധമില്ല. വിളിക്കുന്നത് സർക്കാരിന്റെ ഔദാര്യമെന്നും ആന്റണി രാജു പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്തത് അല്പത്തരമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. BJP വിളിച്ചിട്ടുണ്ട്. അത് LDF BJP അന്തർധാരയാണ്. എല്ലാ വലിയ പരിപാടിക്കും പ്രതിപക്ഷ നേതാക്കന്മാരെ ക്ഷണിക്കാറുണ്ട്. അവസാനമായിട്ടെങ്കിലും സർക്കാർ തെറ്റ് തിരുത്തണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. പുലിപ്പല്ല് കസ്റ്റഡിയിൽ വെച്ച കേസിൽ റാപ്പർ വേടനെ കസ്റ്റഡിയിൽ വിട്ടു. വനം വകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ടത് 2 ദിവസത്തേക്ക്. ഫ്ളാറ്റിലും തൃശൂരിലെ ജ്വല്ലറിയിലും എത്തിച്ച് തെളിവെടുക്കും. വേടന പിന്തുണയുമായി യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂർലോസ്. വേടന്റെ കറുപ്പിന്റെ രാഷ്ട്രത്തിനൊപ്പമെന്നും ലഹരിക്കെതിരെയുമാണ് തന്റെ നിലപാടെന്നും മാർ കൂർലോസ് ഫേസ്ബുക്കിൽ കുറിച്ചു. വേടന്റെ വെളുത്ത ദൈവങ്ങൾക്കെതിരെയുള്ള കലാപ വിപ്ലവം തുടരട്ടെയെന്നും വേടന്റെ ചിത്രം പങ്കുവച്ച് മാർ കൂർലോസ്. പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരർക്കായി തെരച്ചിൽ തുടർന്ന സൈന്യം. ആക്രമണം നടത്തിയ ഭീകരർ നുഴഞ്ഞു കയറിയത് 1.5 വർഷം മുമ്പെന്ന സൂചന. ഭീകരർ എത്തിയത് അന്താരാഷ്ട്ര അതിർത്തിയിലെ മുള്ളുവേലി മുറിച്ചു കടന്ന്. പാക് ഭീകരരായ അലിബായ്, ഹാഷിം മൂസ എന്നിവരെ ദൃക്സാക്ഷികൾ തിരിച്ചറിഞ്ഞു. അബദ്ധത്തിൽ അതിർത്തി കടന്ന BSF ജവാനെ വിട്ടു നൽകാതെ പാകിസ്ഥാൻ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റിലെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന് കോൺഗ്രസ്. ആവശ്യമുന്നയിച്ച് രാജ്യസഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് അധ്യക്ഷനുമായ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. ഭീകരാക്രമണത്തെ നേരിടാനുള്ള രാജ്യത്തിന്റെ ദൃഢനിശ്ചയവും ഇച്ഛാശക്തിയും പ്രകടിപ്പിക്കുന്നതിനുള്ള അവസരമാണിതെന്നും കത്തിൽ നേതാക്കൾ ചൂണ്ടിക്കാട്ടി. UN-ൽ പാകിസ്ഥാനെ കടന്നാക്രമിച്ച് ഇന്ത്യ. പാകിസ്ഥാൻ തെമ്മാടി രാജ്യമെന്ന് ഇന്ത്യ തുറന്നടിച്ചു. ഇന്ത്യയുടെ പ്രതികരണം ഭീകരരെ പരിശീലിപ്പിക്കുകയും ധനസഹായം നൽകുകയും ചെയ്തതായി ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാൻ കുറ്റസമ്മതം നടത്തിയതിനു പിന്നാലെ ആക്രമണത്തിനിരയായ ആഗോള പ്രതികരണത്തിന് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ നന്ദി അറിയിച്ചു. ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് സിപ്പ് ലൈൻ ഓപ്പറേറ്ററെ NIA വീണ്ടും ചോദ്യം ചെയ്യും. ഓപ്പറേറ്ററെ ചോദ്യം ചെയ്യുന്നത് സിപ്പ് ലൈനിൽ യാത്ര ചെയ്ത വിനോദസഞ്ചാരി ഋഷി ഭട്ടിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. വെടിയൊച്ച കേട്ടയുടനെ ഓപ്പറേറ്റർ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചതായും സിപ്പ് ലൈനിൽ തന്നെ മുന്നോട്ട് പറഞ്ഞയച്ചതായും ഋഷി അവകാശപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് NIAയുടെയും ജമ്മു കാശ്മീർ പോലീസിന്റെയും നടപടി. ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ കേസിലെ പ്രതി നാരായണദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഒളിവിലായിരുന്ന നാരായണദാസിനെ പിടികൂടിയത് ബംഗളൂരുവിൽ നിന്ന്. അറസ്റ്റ് രേഖപ്പെടുത്തിയത് തൃശൂരിലെത്തിച്ച ശേഷം. ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരിയുടെ സുഹൃത്താണ് നാരായണദാസ്. ഷീലയുടെ സ്കൂട്ടറിൽ വ്യാജ LSD സ്റ്റാമ്പുകൾ കണ്ടെത്തിയതാണ് കേസിന് വഴിവെച്ചത്. എക്സൈസിന് വിവരം നൽകിയത് നാരായണദാസ് ആണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ കേസിൽ ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരിയെയും പ്രതി ചേർത്തത് ലിവിയ ജോസിനെ. കേസിലെ 2ാം പ്രതിയാണ് ലിവിയ. നൈജീരിയൻ സ്വദേശിയുടെ കയ്യിൽ നിന്ന് വ്യാജ ലഹരി സ്റ്റാമ്പുകൾ വാങ്ങിയത് ലിവിയ. ഷീല സണ്ണിയെ കേസിൽ കുടുക്കാൻ കാരണം മരുമകളുമായുള്ള കുടുംബ പ്രശ്നങ്ങളെ തുടർന്നും മകനുമൊത്ത ഷീല സണ്ണി ഇറ്റലിയിലേക്ക് പോകാൻ തീരുമാനിച്ചത്. പാലക്കാട് നഗരസഭയിൽ വൻ സംഘർഷം. നഗരസഭയിലെ BJP കോൺഗ്രസ് കൗൺസിലർമാർ തമ്മിലടിച്ചു. പാലക്കാട് നഗരസഭ സ്ഥാപിക്കുന്ന ഭിന്നശേഷി വികസന കേന്ദ്രത്തിന് RSS സ്ഥാപകൻ ഹെഡ് ഗോവറിന്റെ പേര് നൽകിയതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെയാണ് സംഘർഷം. ദേശീയ സുരക്ഷയ്ക്ക് പെഗാസസ് ഉപയോഗിക്കാമെന്ന് സുപ്രീം കോടതി. സർക്കാരിന് പെഗാസസ് വാങ്ങുന്നതിനും ഉപയോഗിക്കുന്നതിനും തടസ്സമില്ല. വ്യക്തികളുടെ സ്വകാര്യത ലംഘിക്കാൻ സോഫ്റ്റ്വെയർ ദുരുപയോഗം ചെയ്താൽ കോടതി പരിശോധിക്കും.
കോടതിയുടെ പരാമർശം പെഗാസസ് ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചതിനെതിരായ ഹർജിയിൽ വാദം കേൾക്കെ. കാനഡയിൽ അധികാരം നിലനിർത്തി മാർക്ക് കാർണിയുടെ ലിബറൽ പാർട്ടി. കൺസർവേറ്റീവ് പാർട്ടിക്ക് കനത്ത തിരിച്ചടി. ചെറുപാർട്ടികളുടെ പിന്തുണയോടെ അധികാരം ഉറപ്പ്. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ വിമർശനവുമായി മുൻ മന്ത്രി ആന്റണി രാജു. കെ.എസ്.ആർ.ടി.സിക്ക് 50 കോടി ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നത് 100 കോടിയാക്കി. വായ്പാ ബാധ്യത വർദ്ധിപ്പിച്ചാണ് ശമ്പളം ഒന്നിച്ചു കൊടുക്കാൻ സാധിച്ചതെന്നും ഇപ്പോഴുള്ളത് താൽക്കാലിക മുക്തിശാന്തിയാണെന്നും ആന്റണി രാജു പറഞ്ഞു. SSLC പരീക്ഷാ ഫലം മെയ് 9 പ്രഖ്യാപിക്കും. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം പൂർത്തിയായെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി. 4.27 ലക്ഷം വിദ്യാർത്ഥികളാണ് ഈ വർഷം SSLC പരീക്ഷ എഴുതിയത്. ഏപ്രിൽ 3 മുതൽ 26 വരെ 2 ഘട്ടങ്ങളിലായാണ് മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയത്. അടുത്ത വർഷം മുതൽ 5, 6, 7 ക്ലാസുകളിലും മിനിമം മാർക്ക് നടപ്പിലാക്കുമെന്നും മന്ത്രി. കശ്മീരിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊച്ചി സ്വദേശി N. രാമചന്ദ്രന്റെ വീട് സന്ദർശിച്ച് മാർത്തോമാ സഭ ബിഷപ്പ് ഡോക്ടർ ഗ്രിഗോറിയസ് മാർ സ്തെനോഫോസ്. കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ച ബിഷപ്പ് കുടുംബാംഗങ്ങളുമായി ഏറെ നേരം സംസാരിച്ച ശേഷമാണ് മടങ്ങിയത്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഇന്നും ചോദ്യം ചെയ്യൽ. റിയാലിറ്റി ഷോ താരം ജിൻഡോ, സിനിമാ നിർമ്മാതാവിന്റെ സഹായി ജോഷി എന്നിവർക്ക് ഹാജരാകാൻ എക്സൈസ് നോട്ടീസ്. ചോദ്യം ചെയ്യുന്നത് തസ്ലീമയുമായി ഇരുവർക്കുമുള്ള സാമ്പത്തിക ഇടപാട് ഏത് തരത്തിലാണെന്ന വ്യക്തത വരുത്താൻ. കേസിൽ സംശയനിഴലിലായിരുന്ന സിനിമാ നടന്മാർക്കും മോഡലിനും ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ഒന്നും അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായില്ല. നടന്മാരായ ശ്രീനാഥ് ബാസി, ഷൈൻ ടോം ചാക്കോ, മോഡലായ സൗമ്യ എന്നിവരെ ഇന്നലെ ചോദ്യം ചെയ്തത് 12 മണിക്കൂറോളം. കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്ത സംഭവം. 4 വിദ്യാർത്ഥികളെ ഔദ്യോഗികമായി പുറത്താക്കി കോളേജ്. പുറത്താക്കിയത് ആകാശ്, ആദിത്യൻ, അഭിരാജ്, അനുരാജ് എന്നീ വിദ്യാർത്ഥികളെ. തൃശൂരിൽ ലോറിയിൽ കടത്തുകയായിരുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടി. 60 ലക്ഷത്തോളം രൂപ വില വരുന്ന പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. ലോറി ഓടിച്ചിരുന്ന മണ്ണാർക്കാട് സ്വദേശി സന്ദീപിനെ കസ്റ്റഡിയിലെടുത്തു. പേരാമംഗലം പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ലോറി പിടികൂടിയത്. മലപ്പുറത്ത് പേ വിഷബാധയേറ്റ് 5.5 വയസ്സുകാരി മരിച്ചു. മരിച്ചത് മലപ്പുറം പെരുവള്ളൂർ സ്വദേശി സിയ ഫാരിസ്. മരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ. കുഞ്ഞിന് പേ വിഷബാധ സ്ഥിരീകരിച്ചത് പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷം. കുട്ടിക്ക് തെരുവ് നായയുടെ കടിയേറ്റത് മാർച്ച് 29. സിനിമാ നിർമ്മാതാവ് സാന്ദ്ര തോമസിന്റെ അധിക്ഷേപ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. നിർമ്മാതാവ് ആൻഡോ ജോസഫിനെ 1-ാം പ്രതിയാക്കി സമർപ്പിച്ച കുറ്റപത്രത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബി. രാകേഷ്, അനിൽ തോമസ്, ഔസേപ്പച്ചൻ, വാളക്കുഴി എന്നിവരാണ് മറ്റു പ്രതികൾ. പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക ചുവയോടെയുള്ള സംസാരം, ഭീഷണിപ്പെടുത്തൽ, ഗൂഢാലോചന എന്നിവ. മാധ്യമങ്ങൾക്കും PV അൻവറിനും വിവരങ്ങൾ നൽകിയ 2 SOG കമാൻഡോകൾക്ക് സസ്പെൻഷൻ. മലപ്പുറം അരീക്കോട് ക്യാമ്പിലെ കമാൻഡോകളായ പയസ് സെബാസ്റ്റ്യൻ, മുഹമ്മദ് ഇലിയാസ് എന്നിവർക്കാണ് സസ്പെൻഷൻ. അരീക്കോട് ക്യാമ്പിൽ ഹവിൽദാർ വിനീത് സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മാധ്യമങ്ങൾക്കും ഒരു ഉന്നത രാഷ്ട്രീയ നേതാവിനും വിവരങ്ങൾ നൽകിയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. SOGയുടെ പ്രവർത്തനങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കാൻ ഇടയായെന്നും കണ്ടെത്തൽ. ചലച്ചിത്രകാരൻ ഷാജി N. കരുണിന് വിട നൽകാൻ കലാകേരളം. സംസ്കാരം വൈകിട്ട് 4 മണിക്ക് ശാന്തി കവാടത്തിൽ. കലാഭവനിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തി സിനിമാ രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ. കോഴിക്കോട് പുതുപ്പാടിയിൽ ആദിവാസി സ്ത്രീയെ വീട്ടിൽ കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ച പ്രതിയെ റിമാൻഡ് ചെയ്തു. പുതുപ്പാടി കക്കാട് സ്വദേശി മലയിൽപ്പറമ്പ് ലത്തീഫിനെ താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. താമരശ്ശേരി ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇയാളെ റിമാൻഡ് ചെയ്തത്. ആറ്റിങ്ങൽ മാമത്ത് KSRTC സ്വിഫ്റ്റ് ബസിന് തീപിടിച്ചു. കത്തി നശിച്ചത് കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ബസിന്റെ താഴ്ഭാഗത്തു നിന്നും പുകയുയർന്നത് ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ ഉടൻ
ബസ് നിർത്തുകയായിരുന്നു. തുടർന്ന് യാത്രക്കാരെ പുറത്തിറക്കിയതിനാൽ വൻ അപകടം ഒഴിവായി. മെയ് 1 മുതൽ ATM വഴി പണം പിൻവലിക്കുന്നതിനുള്ള ഫീസ് വർദ്ധിപ്പിക്കുമെന്ന് റിസർവ് ബാങ്ക്. ATMൽ നിന്ന് പണം പിൻവലിക്കുന്നതിന് ഇനി കൂടുതൽ പണം നൽകേണ്ടി വരും. സൗജന്യ പ്രതിമാസ പരിധി കഴിഞ്ഞാൽ പിന്നീട് നടത്തുന്ന ഓരോ ഇടപാടിനും ഉപഭോക്താക്കൾക്ക് 23 രൂപ നൽകേണ്ടി വരും. നിലവിൽ ഓരോ ഇടപാടിനും 21 രൂപ എന്ന നിരക്കാണുള്ളത്. അതേസമയം സൗജന്യ ഇടപാടുകളുടെ എണ്ണത്തിൽ മാറ്റമുണ്ടാകില്ല. ഉപഭോക്താക്കൾക്ക് അവരുടെ ATMകൾ ഉപയോഗിച്ച് പ്രതിമാസം 5 സൗജന്യ ഇടപാടുകൾ നടത്താം. കുട്ടമ്പുഴ പിണവൂർക്കുടിയിൽ കാട്ടാനയെ കണ്ട് ഭയന്നോടിയാൾ കുഴഞ്ഞു വീണ് മരിച്ചു. മരിച്ചത് പിണവൂർക്കുടി സ്വദേശി CM പ്രകാശ്. വീടിന് സമീപം കണ്ട കാട്ടാനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഭവം. ആന പ്രകാശിനും സുഹൃത്തുക്കൾക്കും നേരെ തിരിഞ്ഞു. ഇതോടെ ഭയന്ന് ഓടിയ പ്രകാശ് കുഴഞ്ഞു വീഴുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കാനഡയിൽ ഇന്ത്യൻ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പഞ്ചാബ് സ്വദേശിനിയായ വൻഷികയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണകാരണം വ്യക്തമല്ല. സംഭവത്തിൽ കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അനുശോചനം രേഖപ്പെടുത്തി. 2.5 വർഷം മുമ്പാണ് വൻഷിക കാനഡയിലെത്തിയത്. കർണാടകയിലെ കോലാറയിൽ വെച്ച് മദ്യപിച്ച് യുവാവിന് ദാരുണാന്ത്യം. കോലാറി സ്വദേശി കാർത്തിക്കാണ് മരിച്ചത്. 5 കുപ്പി മദ്യം വെള്ളം തൊടാതെ കുടിച്ചാൽ 10,000 രൂപ തരാമെന്നായിരുന്നു വാഗ്ദാനം. വെല്ലുവിളി ഏറ്റെടുത്ത കാർത്തിക് അളവിലധികം മദ്യം കഴിച്ചു. മദ്യം ശരീരത്തിൽ പ്രവേശിച്ചതോടെ കാർത്തിക്കിന്റെ ആരോഗ്യം വഷളാവുകയും കുഴഞ്ഞു വീഴുകയുമായിരുന്നു. തൃശൂർ പൂരത്തിന് ഇത്തവണ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിക്കില്ല. പിന്മാറാൻ കാരണം ആന വരുമ്പോൾ തിരക്ക് കൂടുന്നതും നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതുമാണെന്ന് തെച്ചിക്കോട്ടുകാവ് ദേവസ്വം. രാമചന്ദ്രൻ കഴിഞ്ഞ നെയ്ത്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയിരുന്നു. നെയ്ത്തലക്കാവ് ഘടകം പൂരമാണ് ഏറ്റവും അവസാനം വടക്കുംനാഥ ക്ഷേത്രത്തിൽ പ്രവേശിക്കുക. ശേഷം രാമചന്ദ്രന് മടങ്ങിപ്പോകാൻ ജനത്തിരക്ക് മൂലം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. നേരത്തെ പൂരം വിളംബരത്തിൽ നിന്നും ആനയെ മാറ്റിയിരുന്നു. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ പ്രതി നാരായണദാസ് പിടിയിൽ. നാരായണദാസ് പിടിയിലായത് ബംഗളൂരുവിൽ നിന്ന്. അറസ്റ്റിൽ സന്തോഷമുണ്ടെന്ന് ഷീല സണ്ണി. കണ്ണൂർ ചെറുപുഴ മുനയംകുന്നിൽ അനധികൃതമായി പ്രവർത്തിച്ചു വന്ന മസാജ് സെന്ററിൽ വനിതാ തെറാപ്പിസ്റ്റുകൾക്ക് തൊഴിൽ പീഡനമെന്ന് പരാതിയുമായി എത്തിയത് തിരുവനന്തപുരം സ്വദേശിനി. തൊഴിൽ പീഡനം, ആഹാരമില്ല, പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല എന്നുമാണ് ഉയർന്ന പരാതി. ആലപ്പുഴ ബുധനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണത്തിൽ വ്യാപക നാശനഷ്ടം. സ്കൂളിലെ കുടിവെള്ള വിതരണ പൈപ്പിന്റെ 10ഓളം ടാപ്പുകൾ നശിച്ചു. 10 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച പ്രീ പ്രൈമറി വർണ്ണക്കൂടാരത്തിന്റെ ബോർഡുകൾ, സ്കൂൾ നോട്ടീസ് ബോർഡ്, പോസ്റ്റർ എന്നിവയും നശിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ സ്കൂളിലെത്തിയ ജീവനക്കാരാണ് നാശനഷ്ടങ്ങൾ കണ്ടത്. ഇതിനെതിരെ PTA എക്സിക്യൂട്ടീവ് പ്രതിഷേധം രേഖപ്പെടുത്തുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ആലപ്പുഴ മാന്നാറിൽ 2ാം ബ്ലോക്ക് പാടശേഖരത്തിലെ പുതിയ മോട്ടറിന്റെയും വൈദ്യുതി കണക്ഷന്റെയും നവീകരിച്ച പുറം ബണ്ടിന്റെയും ഉദ്ഘാടനം നടന്നു. വൈദ്യുതി കണക്ഷന്റെയും നവീകരിച്ച പുറം ബണ്ടിന്റെയും ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാനും മോട്ടറിന്റെ പ്രവർത്തന ഉദ്ഘാടനം മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസും നിർവഹിച്ചു. വയനാട് കൽപ്പറ്റയിൽ 3 ആഴ്ചയായി അടച്ചിട്ട നഗരസഭയ്ക്ക് കീഴിലെ ശുചിമുറി പ്രവർത്തനം ആരംഭിച്ചു. കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ശുചിമുറിയാണ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടിരുന്നത്. ശുചിമുറിയിൽ നിന്നുമുള്ള മലിനജലം റോഡിലേക്ക് ഒഴുകുന്നതിൽ പ്രതിഷേധം ശക്തമായതോടെയാണ് ശുചിമുറി അടച്ചത്. തുടർന്നാണ് ശുചിമുറിയിലെ തകരാറുകൾ പരിഹരിച്ച് പൊതുജനങ്ങൾക്ക് വീണ്ടും തുറന്നുകൊടുത്തത്. പാലക്കാട് കൂടല്ലൂരിലെ കൂമൻതോടിന്റെ പാർശ്വഭിത്തി നിർമ്മാണം ആരംഭിച്ചു. 2018-ലെ പ്രളയത്തെ തുടർന്നാണ് സംരക്ഷണ ഭിത്തി തകർന്നത്. ഇതോടെ അപകട സാധ്യതയും ഗതാഗതക്കുരുക്കും രൂക്ഷമായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം പാർശ്വഭിത്തിയുടെ നിർമ്മാണം ആരംഭിച്ചതോടെ പ്രദേശവാസികളുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത്. കണ്ണൂർ പെരിങ്ങത്തൂർ വൈദ്യുതി സെഷൻ ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റി.
മേക്കുന്ന റോഡിൽ ഗുരുജി മുക്കിൽ പ്രവർത്തിച്ചു വന്ന പെരിങ്ങത്തൂർ വൈദ്യുതി സെക്ഷൻ ഓഫീസിന്റെ പ്രവർത്തനമാണ് കടവത്തൂർ റോഡിൽ ടാർജറ്റ് കോംപ്ലക്സിലേക്ക് മാറ്റിയത്. കൂടുതൽ സൗകര്യങ്ങളുള്ള കെട്ടിടമാണ് സജ്ജമായത്. KP മോഹനൻ MLA പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. സോഷ്യൽ മീഡിയയിൽ വൈറലായി വെള്ള നിറത്തിലുള്ള മാൻകുഞ്ഞിന്റെ ദൃശ്യങ്ങൾ. വയനാട് വന്യജീവി സങ്കേതത്തിലാണ് വെള്ള നിറത്തിലുള്ള മാൻകുഞ്ഞിനെ കണ്ടെത്തിയത്. പച്ചാടി വനഭാഗത്ത് നിന്നും സുജിത് പഴയേരി പകർത്തിയ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. മേഖലയിൽ ആദ്യമായാണ് വെള്ള നിറത്തിലുള്ള മാനിനെ കാണുന്നത്. ആലപ്പുഴ വെട്ടിയാറിൽ ഹിമാലയവും എവറസ്റ്റ് ബേസ് ക്യാമ്പും കീഴടക്കിയ അഭിമാന നേട്ടം കൈവരിച്ച വ്യാപാരിയും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകനുമായ മോൻസി ജോണിനെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാങ്ങാംകുടി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. മോൻസി ജോണിനുള്ള ഉപഹാര സമർപ്പണം സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നിർവഹിച്ചു. പാലക്കാട് ഓങ്ങല്ലൂരിനെ ഗുരുതര ആരോഗ്യ ഭീഷണിയിലാക്കി വീണ്ടും മാലിന്യ കൂമ്പാരം. പഞ്ചായത്തിലെ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങളാണ് വാടനംകുറിശ്ശിയിൽ വൻതോതിൽ കുന്നുകൂടി കിടക്കുന്നത്. 1 മാസം മുൻപാണ് ഓങ്ങല്ലൂരിൽ മാലിന്യമുക്തി പഞ്ചായത്തായി പ്രഖ്യാപനം നടന്നത്. മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിലാണ് അധികൃതരുടെ ഈ അനാസ്ഥ. തൃശൂർ കുന്നംകുളത്ത് ഇടിമിന്നലിൽ ട്രാൻസ്ഫോമറിന് തീപിടിച്ചു. വടക്കാഞ്ചേരി റൂട്ടിലെ ഗുഡ് ഷോപ്പിന് മുന്നിലുള്ള ട്രാൻസ്ഫോമറാണ് കത്തിയത്. മേഖലയിൽ ശക്തമായ മഴയും ഇടിമിന്നലും അനുഭവപ്പെട്ടതാണ് കാരണം. കുന്നംകുളത്ത് നിന്നും ഫയർഫോഴ്സ് എത്തി തീയണച്ചു. തൃശൂർ പാലിയേക്കരയിൽ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെച്ചു. ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഗതാഗത കുരുക്കിനെ തുടർന്നാണ് നടപടി. നാഷണൽ ഹൈവേ 544-ൽ ചിറങ്ങര അടിപ്പാത നിർമ്മാണ സ്ഥലത്തും പരിസരത്തും സ്ഥിരം ഗതാഗത കുരുക്കാണെന്ന പരാതി വ്യാപകമായതോടെയാണ് നടപടി. കണ്ണൂർ ചൊക്ലി VP ഓറിയന്റൽ ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ 2 ദിവസത്തെ മെഗാ അലൂമിനി മീറ്റിന് തുടക്കമായി. പൂർവ്വ വിദ്യാർത്ഥി സംഗമം ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടികളുടെ അക്കാദമിക് ഇതര കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പുതിയ അധ്യയന വർഷം മുതൽ സൂംബ ഡാൻസ് പരിശീലനം നൽകും. ഔദ്യോഗിക ഉദ്ഘാടനം ഏപ്രിൽ 30-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഹോട്ടലുകൾക്ക് റേറ്റിംഗ് നൽകി പണമുണ്ടാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ പ്രതി പിടിയിൽ. ഷൊർണൂർ സ്വദേശിയിൽ നിന്ന് 28.27 ലക്ഷം രൂപ തട്ടിയ പ്രതിയെ പാലക്കാട് സൈബർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട് കൃഷ്ണഗിരി കാവേരിപ്പട്ടണം അരവിന്ദനാണ് പിടിയിലായത്. യുക്രൈനിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് റഷ്യ. മെയ് 8-10 തീയതികളിലാണ് വ്ളാഡിമിർ പുടിൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. റഷ്യ നാസി ജർമ്മനിക്കെതിരായ വിജയദിനം ആഘോഷിക്കുന്ന മെയ് 8 മുതൽ 10 തീയതികളിലാണ് യുക്രൈനിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ റഷ്യ പാർലമെന്റ് പ്രഖ്യാപിച്ചത്. മെയ് 8-ന് അർദ്ധരാത്രിയിൽ വെടിനിർത്തൽ ആരംഭിച്ച് മെയ് 10 വരെ നീണ്ടുനിൽക്കും. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയുടെ കസ്റ്റഡി കാലാവധി നീട്ടി ഡൽഹി കോടതി. 12 ദിവസത്തെ കസ്റ്റഡി ആവശ്യം അംഗീകരിച്ചു. ഡൽഹി പട്യാല ഹൗസ് NIA കോടതിയുടേതാണ് ഉത്തരവ്. US ഒപ്പുവെക്കുന്ന ആദ്യ വ്യാപാര കരാറിൽ ഇന്ത്യയും. US-ന്റെ പല ട്രേഡിംഗ് പാർട്ട്ണർമാരും US താരിഫ് ഒഴിവാക്കാൻ വളരെ നല്ല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നും അത്തരത്തിൽ ഒപ്പുവെക്കുന്ന ആദ്യ കരാറുകളിൽ ഒന്ന് ഇന്ത്യയുമായുള്ളതായിരിക്കുമെന്നും US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബൈസന്റ് പറഞ്ഞു. യൂറോപ്പിനെ വലച്ച് വൈദ്യുതി തടസ്സം. സ്പെയിൻ, പോർച്ചുഗൽ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ മണിക്കൂറുകളോളം വൈദ്യുതി തടസ്സപ്പെട്ടത് വൻ ഗതാഗത കുരുക്കിനും വിമാന സർവീസുകൾ ഉൾപ്പെടെയുള്ളവ തടസ്സപ്പെടുന്നതിനും കാരണമായി. പോർച്ചുഗലിൽ വൈദ്യുതി വിതരണം സാധാരണ നിലയിലെത്തിക്കാൻ ഒരാഴ്ചയെങ്കിലും എടുക്കുമെന്ന് വൈദ്യുതി വിതരണ ശൃംഖല റെയിൻ പറഞ്ഞു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ തീരുമാനിക്കാനുള്ള കോൺക്ലേവ് മെയ് 7-ന് തുടങ്ങും. വത്തിക്കാനിൽ ചേർന്ന കർദിനാൾമാരുടെ യോഗത്തിലാണ് തീരുമാനം.
കമർലംഗോ കർദിനാൾ കെവിൻ ഫാരലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. 135 കർദിനാൾമാർക്കാണ് കോൺക്ലേവിൽ വോട്ടവകാശമുള്ളത്. കർദിനാൾ ക്ലിമ്മിസ് കാതോലിക്ക ബാവ, കർദിനാൾ ജോർജ് കൂവക്കാട് അടക്കം ഇന്ത്യയിൽ നിന്ന് 4 കർദിനാൾമാർ കോൺക്ലേവിൽ പങ്കെടുക്കും. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ച മാള സ്വദേശി രഞ്ജിത്തിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. സംഭവത്തിൽ പിതാവ് രവിയുടെ പരാതിയിൽ മാള പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഏപ്രിൽ 8-നാണ് രഞ്ജിത്തിനെ മാളയിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഗവർണർമാരെയും മുഖ്യമന്ത്രി വിരുന്നിന് ക്ഷണിച്ച കാര്യത്തിൽ കോൺഗ്രസ് പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാൻ സമയമില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഭീകരവാദികളെ ന്യായീകരിക്കുന്നവരാണ് കോൺഗ്രസ് നേതാക്കളെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് കൊടുവള്ളിയിൽ വിവാഹ സംഘത്തെ ആക്രമിച്ച ഗുണ്ടകളെ പിടികൂടിയത് അതിസാഹസികമായി. അറസ്റ്റിലായ ആട് ഷമീറും സംഘവും കൊട്ടേഷനായി പോവുകയായിരുന്നുവെന്ന് പോലീസ്. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസിന് നേരെയും സ്ഫോടക വസ്തു എറിഞ്ഞു. സിനിമയിലെ ലഹരി ഉപയോഗത്തിൽ നടപടി ശക്തമാക്കാൻ പോലീസ്. കൊച്ചിയിലെ സിനിമാ സെറ്റുകളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ. പരിശോധന പോലീസും എക്സൈസും NCBയും സംയുക്തമായി. തീരുമാനം സിനിമാക്കാർ പ്രതിയാകുന്ന കേസുകൾ കൂടിയ സാഹചര്യത്തിലെന്ന് കമ്മീഷണർ. കോഴിക്കോട് കല്ലാച്ചിയിൽ യുവാവിന് വെട്ടേറ്റു. കല്ലാച്ചി കണിയാങ്കണ്ടി സ്വദേശി രാജേഷിനാണ് വെട്ടേറ്റത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ 17-കാരൻ അറസ്റ്റിൽ. കോഴിക്കോട് പാലക്കോട്ടുവയൽ സ്വദേശി സൂരജിനെ സംഘം ചേർന്ന് മർദ്ദിച്ചു കൊന്ന കേസിൽ 8 പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കേസെടുത്തത് 18 പേർക്കെതിരെയാണ്. കൂടുതൽ പേരുടെ പങ്കാളിത്തം പരിശോധിക്കുന്നുണ്ട്. കാസർഗോഡ് മഞ്ചേശ്വരം ബാക്രമ്പയിൽ യുവാവിനെ അജ്ഞാതന്റെ വെടിയേറ്റു. ബാക്രമ്പൻ സ്വദേശി സവാദിനാണ് വെടിയേറ്റത്. സവാദ് ബൈക്കിൽ പോകുമ്പോൾ കുറ്റിക്കാടിനുള്ളിൽ വെളിച്ചം കണ്ട് നിർത്തി അന്വേഷിക്കുമ്പോഴാണ് വെടിയേറ്റത്. സംസ്ഥാനത്ത് കോളറ കേസുകൾ വർദ്ധിക്കുന്നുവെന്ന് ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട്. 8 വർഷത്തിനിടെ ആദ്യമായി സംസ്ഥാനത്ത് കോളറ മരണം റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം കോളറ ബാധിച്ച് മരിച്ചത് കവടിയാർ സ്വദേശിയായ 63-കാരൻ. CPIMന്റെ ഭീകരവിരുദ്ധ സദസ്സിനെതിരെ BJP ഉപാധ്യക്ഷൻ ശോഭാ സുരേന്ദ്രൻ. ആർട്ടിക്കിൾ 360 എടുത്തു കളഞ്ഞതിന്റെ വേദനയിലാണ് പഹൽഗാം ആക്രമണം ഉണ്ടായതെന്നാണ് MA ബേബി പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഭീകരവിരുദ്ധ സദസ്സ് നടത്താൻ എന്ത് യോഗ്യതയാണ് CPIMനുള്ളതെന്നും MV ഗോവിന്ദൻ വിശദീകരിക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ. CPIMനെ രൂക്ഷമായി വിമർശിച്ച് വട്ടക്കുളം 14-ാം വാർഡ് മെമ്പർ ES സുകുമാരൻ. പാർട്ടിക്കുള്ളിൽ നിന്നും ഒരു നീതിയുമില്ലാത്ത സമീപനമാണ് ഉണ്ടായതെന്നും അത് ജനങ്ങൾ തിരിച്ചറിയണമെന്നും ES സുകുമാരൻ. CITU ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്ന ES സുകുമാരനെ കഴിഞ്ഞ ആഴ്ചയാണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. തൃശൂരിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റവന്യൂ മന്ത്രി ഗജരാജിന്റെ മണ്ണിലെത്തിയ ക്യാമ്പ് ഓഫീസിലേക്ക് ഒല്ലൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് ബാരിക്കേഡ് വെച്ച് തടഞ്ഞ പോലീസ്. ശേഷം ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രതികൾക്ക് നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. പിന്നീട് റോഡിൽ കുത്തിയിടുന്ന പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തു. വധശ്രമ കേസിലെ ശിക്ഷാവിധിക്ക് ശേഷം കോടതിയിൽ ഹാജരാകാതെ ഒളിവിൽ പോയ പ്രതി പിടിയിൽ. മന്നംപറമ്പിൽ വീട്ടിൽ സന്ദീപാണ് പിടിയിലായത്. സന്ദീപിനെ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ 2015-16 വർഷങ്ങളിൽ വധശ്രമ കേസുകളും 2019-22 വർഷങ്ങളിൽ അടിപിടി കേസുകളുമടക്കം 5 ക്രിമിനൽ കേസുകളുണ്ട്. വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.